നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച വികാരി ഫാദർ വി.എം. സാമുവലിനും സഹവികാരി ഫാദർ ജോസഫ് ജോർജിനും യാത്രയയപ്പ് നൽകി. കത്തീഡ്രലിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനത്തിൽ വിവിധ ആത്മീയ സംഘടനകളുടെ പ്രതിനിധികൾ ആശംസകൾ നേർന്നു. തുടർന്ന് വികാരി ഫാദർ വി.എം. സാമുവലും സഹവികാരി ഫാദർ ജോസഫ് ജോർജും മറുപടി പ്രസംഗം നടത്തി. ഉപഹാരങ്ങളും കൈമാറി. ഇടവക ട്രസ്റ്റി CI റെജി സ്വാഗതവും സെക്രട്ടറി KS ബെന്നി നന്ദിയും പറഞ്ഞു. കുന്നംകുളം കൊമേഡ് സർക്കിൾ അക്വാസോൺ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ഏപ്രിൽ-മെയ് മാസങ്ങളിൽ നടന്ന നീന്തൽ പരിശീലന ക്ലാസുകൾ സമാപിച്ചു. പ്രസിഡന്റ് സാംസി തോമസ് അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വിജയകരമായി പരിശീലനം പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വാർഡ് കൌൺസിലർ സോണി ഷാജി വിതരണം ചെയ്തു. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂൾ കായിക പരിശീലകൻ PM ശ്രീനേഷ് സന്ദേശം നൽകി. കുറുക്കൻപാറയിലുള്ള സിബിൻ ചികിത്സാ സഹായ നിധിയിലേക്ക് കൊമേഡ് സർക്കിൾ സിക് എയ്ഡ് ഫണ്ടിൽ നിന്നും 50,000 രൂപയുടെ ചെക്ക് സമിതി രക്ഷാധികാരി കൂടിയായ PG ജയപ്രകാശിന് നൽകി. പോൾ CV, ഡോക്ടർ വിനോദ് MA, ശ്യാമിലി കൃഷ്ണദാസ്, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. പെങ്ങമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ മോർ യാക്കോബ് മോസ്കോ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പെങ്ങമുക്ക് ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠന കിറ്റ് വിതരണം ചെയ്തു. നഴ്സറി വിദ്യാർത്ഥികൾക്കുള്ള പഠന കിറ്റിന്റെ വിതരണോദ്ഘാടനം കാട്ടകാമ്പാൽ പഞ്ചായത്ത് അംഗം CK സദാനന്ദൻ മാസ്റ്ററും LP വിദ്യാർത്ഥികൾക്കുള്ള പഠന കിറ്റിന്റെ വിതരണോദ്ഘാടനം വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരനും നിർവഹിച്ചു. പള്ളിയുടെ കീഴിലുള്ള മോർ ഇഗ്നാത്തിയോസ് പ്രവാസി കുടുംബ യൂണിറ്റിനാണ് പഠനോപകരണങ്ങൾ സ്പോൺസർ ചെയ്തത്. കാട്ടകാമ്പാൽ പഞ്ചായത്ത് അംഗം സ്വപ്ന പ്രിൻസ്, സ്കൂളിലെ പ്രധാന അധ്യാപിക ഇൻചാർജ് പ്രീതി ടീച്ചർ, പള്ളി ട്രസ്റ്റ് സോജൻ KJ എന്നിവർ സംസാരിച്ചു. യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ആരോൺ ജോർജ്, ട്രഷറർ റൈവിൻ V ചീരൻ, യൂത്ത് അസോസിയേഷൻ അംഗങ്ങളായ അനുമോൻ C തമ്പി, സുവിൻ KS, എസിൻ S പാലക്കൽ എന്നിവർ നേതൃത്വം നൽകി. കണ്ടാണിശ്ശേരിയിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ പിടിവീഴും. ആളൂർ പുഴയിൽ ചാക്കിൽ കെട്ടി മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി നടപടി സ്വീകരിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങി UPI പേയ്മെന്റ് വിവരങ്ങൾ ശേഖരിച്ചാണ് മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി പിഴ ചുമത്തിയത്. പുഴയോര പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നത് നിയമലംഘനമാണെന്നും ഇത്തരം പ്രവൃത്തികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. 8ാം വാർഡ് മെമ്പർ ലിയ ജോജോ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസഫ് NF, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, TS ശരത് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കരിക്കാട് ചേറു മെമ്മോറിയൽ LP സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. ഐഫ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഫർണിച്ചർ മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ ചീരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ സ്മിത മുരളി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഔസൽ ആലുങ്കൽ, സ്കൂൾ മാനേജർ PT ടെറിഷ, മുൻ PTA പ്രസിഡന്റ് ഷബീർ, അധ്യാപക പ്രതിനിധി മുഹമ്മദ് ആസാദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കുട്ടികൾക്കായുള്ള യൂണിഫോം, പാഠപുസ്തക വിതരണ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഔസൽ ആലുങ്കൽ, സ്കൂൾ മാനേജർ PT ടെറിഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ആകർഷകമായ വിവിധ സമ്മാനങ്ങൾ നവാഗതർക്കായി വിദ്യാലയത്തിൽ ഒരുക്കിയിരുന്നു. കൂടാതെ ഐഫ ഹൈപ്പർ മാർക്കറ്റ് ഫർണിച്ചർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ ചീരൻ കുട്ടികൾക്കായി പ്രത്യേക സമ്മാനങ്ങളുമായി എത്തിയത് പ്രവേശനോത്സവത്തിന്റെ മാറ്റുകൂട്ടി. പ്രധാന അധ്യാപിക ഷേബ ജോർജ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ബേബി നന്ദിയും പറഞ്ഞു. കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കുമായി ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. ചൊവ്വന്നൂർ സ്കൂളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. എല്ലാ കുട്ടികൾക്കും വൃക്ഷത്തൈകൾ നൽകി സ്കൂൾ ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ നവാഗതരെ സ്കൂളിലേക്ക് സ്വീകരിച്ചു. വാർഡ് കൌൺസിലർ സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക ഡോക്ടർ C വിന്നി, CSC മരിയ പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൌൺസിലർ C അനുപമ CSC, PTA പ്രസിഡന്റ് ജോജി വർഗീസ്, ചൊവ്വന്നൂർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ അറക്കൽ, MPTA പ്രസിഡന്റ് അനിത എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാട്ടകാമ്പാൽ, നടുമുറി, പലാട്ടുമുറി സംയുക്ത കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ K ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. ബിജോയ് B തോലത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്ധ്യ ഷിബു, കോൺഗ്രസ് നേതാക്കളായ മോഹനൻ മാസ്റ്റർ, ശശിധരൻ കണ്ടമ്പുള്ളി, ജനാർദ്ദനൻ അതിയാരത്ത്, സ്മിത ഷാജി, ലക്ഷ്മി പനോക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു. KK സുധീഷ്, KV മണികണ്ഠൻ, വിനു പുളിയന്ത്ര, VK രാജു, ഗിരീഷ് നടുമുറി എന്നിവർ നേതൃത്വം നൽകി.
കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് 21 വാർഡ് കമ്മിറ്റി പഠനോപകരണ വിതരണം നടത്തി. കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ജമാൽ കോട്ടോൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് പി കെ ദേവദാസ്, കുന്നംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ലത്തീഫ്, കുന്നംകുളം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, INTUC ദേശീയ നിർവാഹക സമിതി അംഗം മസ്കാൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര, ബൂത്ത് പ്രസിഡന്റ് അബൂബക്കർ, സെക്രട്ടറി മോഹനൻ, ദളിത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വേലായുധൻ, മുസ്തഫ തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടുകാമ്പാൽ പഞ്ചായത്ത് തല പ്രവേശനോത്സവം പഴഞ്ഞി മാർ ബസേലിയൂസ് സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഗീവർഗീസ് ജോൺസൺ അധ്യക്ഷത വഹിച്ച പ്രവേശനോത്സവം കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റസാഖ്, ശൈലജ അരുൺദാസ്, പഞ്ചായത്ത് മെമ്പർമാർ, സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സഹവികാരി ഫാദർ എൽദോ സജു, പ്രധാനാധ്യാപകൻ ജീബ്ലസ് ജോർജ്, പള്ളി സെക്രട്ടറി ജെയ്സൺ ചീരൻ, PTA വൈസ് പ്രസിഡന്റ് സോണി സക്കറിയ എന്നിവർ സംസാരിച്ചു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നവാഗതരെ വിദ്യാർത്ഥികളെ സ്വീകരിച്ച് ആനയിച്ചു. വിദ്യാർത്ഥികൾക്ക് കിരീടങ്ങളും പൂച്ചെണ്ടുകളും മറ്റ് വിവിധ സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. സൗജന്യ പാഠപുസ്തകത്തിന്റെയും യൂണിഫോമിന്റെയും വിതരണത്തിന്റെ ഉദ്ഘാടനവും നടത്തി. ചടങ്ങിൽ പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, PTA, MPTA കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു. അധ്യാപകരായ ഫെമി വർഗീസ്, ജിൻസി പി ജോസ്, നിസ വർഗീസ്, നിസി KT, ലിനറ്റ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. മേഖലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന LP വിദ്യാലയമാണ് പഴഞ്ഞി മാർ ബസേലിയസ് സ്കൂൾ. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ മേഖലയിൽ വെച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ LKGയിലും 1-ാം ക്ലാസ്സിലും പ്രവേശനം തേടിയെത്തിയത് ഈ വിദ്യാലയത്തിൽ തന്നെയാണ്. ദിലീപ് ഫാൻസ് UAE അഞ്ഞൂർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. പ്രദേശവാസികളായ നിജു, ബാപ്പു, സൈനബ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ചരമം കടപ്പുറം തൊട്ടാപ്പ ഇസ്മായിൽ സേട്ട് റോഡിൽ താമസിക്കുന്ന പരേതനായ കുട്ടിയാലി ഹമീദ് മകൻ ഷംസു നിര്യാതനായി 58 വയസ്സായിരുന്നു. ഖബറടക്കം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ഉപ്പാപ്പ പള്ളി ഖബർസ്ഥാനിൽ നടത്തും. സുഹറ ഭാര്യയും ഷംസീർ, സഫറുദ്ദീൻ, ഷംസീറ്റ എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.